വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ഞാൻ നല്ലൊരു സാലഡ് ഉണ്ടാക്കി കാണിച്ചു തരാവേ. ഇത് ചേരുന്നത് നല്ല കട്ട്ലേറ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, പോർക്ക് ഫ്രൈ, അതുപോലത്തെ ഫ്രൈ ഐറ്റംസിന്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത് കേട്ടോ. ഇതിന് വേണ്ടത് ഒരു സവോള, 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണേ, പിന്നെ ഒരു പച്ചമുളക്, ചെറിയൊരു എരിവിന്. ഇത് ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കട്ടിംഗ് ബോർഡും ഒന്നും എടുക്കുന്നില്ല കേട്ടോ, കൈ കൊണ്ട് അങ്ങ് അരിഞ്ഞേക്കാം. ഇതുപോലെ ഒരു ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട്, അല്ലേ പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നോ, കട്ടിംഗ് ബോർഡൊക്കെ ഇത് കഴിഞ്ഞ് വന്നതാ. സവോള ഇങ്ങനെ 2ആയിട്ട് കീറിയിട്ട് ഈ നടുക്കലത്തെ ഈ സാധനം അങ്ങ് മാറ്റിക്കളയണേ. എന്നിട്ട് നല്ല നീളത്തിൽ കനം കുറച്ച്, അതാ ഞാൻ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാത്തത് കേട്ടോ. കട്ടിംഗ് ബോർഡ് ആകുമ്പോൾ നമുക്ക് എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് കനം കുറഞ്ഞ് കിട്ടത്തില്ല. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല നമ്മുടെ ആവശ്യത്തിന് കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇത് നല്ല പഴയ പണ്ടത്തെ കത്തിയ, പുതിയ ലേറ്റസ്റ്റ് കത്തിയൊന്നുമല്ല കേട്ടോ, പക്ഷെ നല്ല മൂർച്ചയാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് ഈ ഫ്രൈ ഐറ്റംസിന്റെ കൂടെ ഇത്. 1-2 സാലഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് ചാനലിൽ, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയും പിന്നെ ക്യാരറ്റും കൂടെ ഉള്ള ഒരു സാലഡൊക്കെ ഉണ്ട്, അടിപൊളി സാലഡാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ വൈറലായ ഒരു സംഭവം. അത് മാംഗോ ക്യാരറ്റ് സാലഡ് എൻ്റെ ചാനലിലുണ്ട്. ഇപ്പം നീളത്തിൽ കനം കുറച്ച് നമ്മൾ സവോള അങ്ങ് അരിഞ്ഞെടുത്തു. എന്നിട്ട് ഈ പച്ചമുളക് ഇപ്പോൾ അരിയാം. പിന്നെ ചിലർക്കുണ്ടല്ലോ കൈ നീറുമെന്നുള്ളവർ, അങ്ങനെയുള്ളവർ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് പച്ചമുളക് അരിഞ്ഞാൽ മതിയേ. ഇതിലേക്ക് ഞാനൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്കൊരു സ്വല്പം വിനീഗർ, 1 ടീസ്പൂൺ വിനീഗർ, കാരണം ഇത് വളരെ കുറച്ചെല്ലാം ഞാൻ എടുത്ത് കാണിക്കുന്നുള്ളൂ. ഒരു സവോള, 2 ചെറിയ തക്കാളി കേട്ടോ, ഇത് കുഞ്ഞു തക്കാളി, അതുകൊണ്ട് 2 എണ്ണം എടുത്തത്. എന്നിട്ടുണ്ടല്ലോ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ, സ്പൂൺ ഇട്ട് ചെയ്യരുത്. കാരണം ഇതൊന്ന് പ്രസ്സാകണം. ഈ സവോളയൊന്ന് നമ്മൾ അങ്കമാലി മാംഗോ കറിയൊക്കെ വെക്കത്തില്ലേ, അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ സവോള നല്ലപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കുന്നേ, അത്രയും വേണ്ട. ഇത് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങ് വരും. അന്നേരം അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയേ. കാരണം നമ്മൾ ടൊമാറ്റോയും കൂടി ഇട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ടൊമാറ്റോ മുഴുവൻ ഇങ്ങനെ അങ്ങ് വല്ലാണ്ടായി പോകും. അപ്പം ഉള്ളി മാത്രമായിട്ട്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു മുളകും കൂടെ ഇടണം, അന്നേരം ആ ഒരു എരിവ് ശരിക്ക് ഈ സവോളയിലും കൂടെ പിടിക്കും. ഇനി അതിലേക്ക് നമുക്ക് ടൊമാറ്റോ അരിഞ്ഞിടാം. ഈ ടൊമാറ്റോയുടെ ഈ മേളിലിരിക്കുന്ന ഇത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതും ഇതുപോലെ കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ സവോള അരിഞ്ഞില്ലേ, ആ ഷേപ്പിലങ്ങ് അരിഞ്ഞാൽ മതി. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം, മക്കൾക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാലഡ്, ആ ഒരു ഫ്രൈ ഐറ്റമിൻ്റെ കൂട്ടത്തിൽ. കാരണം നമ്മൾ ഫ്രൈ ഐറ്റം എന്ന് പറയുമ്പോൾ ഒരു സ്വല്പം ഓയിലൊക്കെ അതിനകത്ത് വരുമല്ലോ അല്ലേ. ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പോർക്ക്, അതിനൊക്കെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫാറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ സാലഡും കൂടെ ആ കൂട്ടത്തിലങ്ങ് കഴിച്ചാൽ വളരെ നല്ലതാണ് ഹെൽത്തിന് കേട്ടോ. പിന്നെ ടൊമാറ്റോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ചിലർക്ക് ചില അസുഖങ്ങളുണ്ടെങ്കിൽ ടൊമാറ്റോ കഴിക്കരുതെന്നൊക്കെ പറയും, അല്ലാതെ കുഴപ്പമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഉണ്ടല്ലോ നല്ലതാ, സ്കിന്നിനും ഒക്കെ നല്ലതാ കേട്ടോ. എന്നിട്ട് ഈ പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന്, ചിലർക്ക് എരിവ് ഇഷ്ടമല്ല, പക്ഷേ ഒരു ഇത് വലുതായിട്ട് എരിവുള്ള പച്ചമുളകല്ല, ചെറിയൊരു പച്ചമുളകും കൂടി ഇടുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ നാരങ്ങ നീരോ ഹണിയോ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. ഇത് ഓരോ സാലഡിനും ഓരോ ടേസ്റ്റ് അല്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. കൈ നന്നായിട്ട് വാഷ് ചെയ്താൽ മതി, വാഷ് ചെയ്ത് തുടച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. ചിലതൊക്കെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരത്തില്ലേ. നമ്മൾ തന്നെ കഴിക്കാനല്ലേ അല്ലേ, ഗസ്റ്റിനാണേലും നമ്മളിത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അത് വേറെ ഒന്നും ചേർക്കണ്ട, വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ. വേണമെങ്കിൽ ഒരു ക്യാരറ്റൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഒരു കളർഫുൾ ആകാൻ വേണ്ടിയൊക്കെ ചെയ്യാം, പക്ഷെ ഞാനിത് സിമ്പിളായിട്ട്, കാരണം ഇത് പണ്ട് തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു സാലഡാണ്. ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ ഫ്രൈ ഐറ്റം ഒക്കെ ഉള്ളപ്പം ഉറപ്പായിട്ടും ഈ സാലഡാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളത് ട്രൈ ചെയ്ത് നമ്മുടെ മക്കൾക്കും ഒക്കെ കൊടുക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ അവർക്കും ആ ടേസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഏത് ഫ്രൈ ഐറ്റംസിൻ്റെയും കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന സാലഡാണ് ഇത് കേട്ടോ. ബീഫ് ഫ്രൈ ആണേലും പോർക്ക് ആണേലും ചിക്കൻ ആണേലും ഫിഷ് ഫ്രൈ ആണേലും എല്ലാ ഫ്രൈ ഐറ്റംസിൻ്റെയും കൂടെ ഇത് ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്